ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ, സ്പെഷ്യൽ പഴംപൊരി. എല്ലാവർക്കും അറിയത്തുണ്ടാവില്ലായിരിക്കും, അറിയാവുന്നവരും കാണുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ പഴംപൊരി കേട്ടോ. ഹായ് പറഞ്ഞു, ഹായ് 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 പറ, ഹായ് പറഞ്ഞു. അപ്പൊ പഴംപൊരിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാ നോക്കാവേ. ഏത്തപ്പഴമാണ്, ഒരു പഴം രണ്ടാക്കി കീറി വെച്ച് നന്നായി പഴുത്താട്ടോ. പിന്നെ മൈദപ്പൊടി, ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലേ അത്, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ വെള്ളത്തിന് പകരം ബിയർ ഒഴിച്ചാട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പൊ നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് നോക്കാട്ടോ എങ്ങനെയാന്നേ. അപ്പൊ ഞാൻ മൈദപ്പൊടി ഇടുവാട്ടോ. നല്ല തിക്കാവരുത്, നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തിക്കാവല്ലോ കേട്ടോ. ഇത് ലൂസ് ബാറ്റർ ആയിരിക്കണേ. ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ബിയർ ചേർക്കുന്നത്. സാധാരണ വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ല കറുകറാന്നിരിക്കും അപ്പോൾ ബിയർ ചേർത്താൽ. പിള്ളേർക്കൊന്നും കൊടുക്കണ്ട കേട്ടോ, ബിയർ ഒഴിച്ചതായതുകൊണ്ട്. ഇവിടെ പിള്ളേർ രണ്ടുപേരും തിന്നില്ല പഴംപൊരി. അപ്പൊ നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം കേട്ടോ, ഒട്ടും തിക്കുണ്ടാവല്ലേ. തിക്കായ ഭയങ്കര ആയിട്ട് ഇത് പഴത്തെ പിടിക്കും. ഇനി കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള. അപ്പൊ ഞാൻ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പോടെ ചേർക്കണം കേട്ടോ. ഒരു നുള്ളു ഉപ്പേ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഇതുണ്ടോ, കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ലൂസ് ആയിരിക്കണം കേട്ടോ. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര തിക്കായിരിക്കില്ലേ, ഇത് തിക്കല്ല കേട്ടോ, ഭയങ്കര ലൂസ് ആയിരിക്കുവേ. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതേ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഓയിലാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എണ്ണ ചൂടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പഴമായിട്ട് എടുത്തിടാം കേട്ടോ. തിക്ക് ബാറ്റർ ആവരുത്, ലൂസ് ബാറ്റർ ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ എണ്ണ. നമ്മള് കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെറ്റ് ആവത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പഴംപൊരി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ കളറായി. അപ്പോൾ കോരി മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ ബിയർ ചേർത്ത പഴംപൊരി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആട്ടോ, നമുക്ക് പിടിക്കുമ്പോ തന്നെ അറിയാം, ഭയങ്കര ചൂടാ. അപ്പൊ ഞാൻ തിന്ന് കാണിക്കാം കേട്ടോ. ചൂടാ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിനേക്കാളും ക്രിസ്പി ആട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് ചായയും പഴംപൊരി. അപ്പൊ ഓക്കെ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.